ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസപ്പ ഇന്ന് ഞാൻ കാണിക്കുന്ന വാഹനം സ്വിഫ്റ്റ് ടൈപ്പ് 2 ആണ്. അപ്പോൾ 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലെ ഒരു അടിപൊളി ഒരു വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ മോഡിഫൈഡ് ചെയ്ത ഒരു വണ്ടി തന്നെയാണ്. കാണാനൊരു പ്രത്യേക ലുക്കാണ് ഈ ഒരു വാഹനം. അപ്പോൾ മച്ചാമാരെ, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട കാണുക. അതുപോലെ തന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ സൈഡ്, അതുപോലെ തന്നെ റണ്ണിങ് കണ്ടീഷൻ നമ്മൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. വിലവീരമൊക്കെ നല്ല പക്കയായിട്ട് തന്നെ പറയുന്നുണ്ട്, ലോൺ എമൗണ്ട് കാര്യങ്ങളെല്ലാവരും. അപ്പോൾ മച്ചാമാരെ, താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി ഫാമിലി കാറാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റ് ടൈപ്പ് 2. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു സ്മോൾ കാർ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി നമ്മുടെ വീഡിയോസ്, അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാത്തിലും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്യുക. ഇതേപോലത്തെ വാഹനങ്ങൾ, മോഹവണ്ടികൾ, ഇനി വരുന്ന പുതിയ വാഹനങ്ങൾ എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് പരമാവധി അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുൾ ലോൺ വാഹനങ്ങൾ എല്ലാം വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന വാഹനങ്ങളെല്ലാം പടപടയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഫൈനാൻസും കിട്ടും. പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് ടൈപ്പ് 2. കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല രസവും ലുക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു അലോയും ഈ ഒരു കളറും അപ്പോൾ നല്ലൊരു അട്രാക്ഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ എന്താ പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഡെൻറ്റിങ് കാര്യം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ സ്റ്റോക്കിലൊക്കെയുള്ള ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ സ്റ്റോക്കിലൊക്കെയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. VXi അതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ എല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ സാധാ ഒരു നോർമൽ സ്റ്റീരിയോ ആണ് വന്നത്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഫാമിലി യൂസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു അലോയ്, 4 BBSൻ്റെ നല്ല കിടിലൻ അലോയും വീതിയുടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. എന്നാലും ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആൻറ്റീനോ നഗോഡിയുടെ കുറഞ്ഞത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ബാക്കിലെ ഈ ഒരു ബാഡ്ജ് കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ കാറുകൾക്ക്, എനിക്കും ഇതുപോലത്തെ ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ മൊത്തം കളഞ്ഞായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രത്യേക രസമായിട്ടുള്ള ഒരു വണ്ടി ലുക്കായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു നമ്പർ പ്ലേറ്റ്, അത് ഓൾഡ് മോഡലാണ്. അത് മാറ്റി ഒരു പുതിയ മോഡലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ BBSൻ്റെ ഈ അലോയ്, അത് സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു അലോയ് ഒക്കെ തന്നെയാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അലോയ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്താ പവർ വിൻഡോസ് ബാക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അത് VXi ആയതുകൊണ്ട് തന്നെ കമ്പനി കൊടുക്കുന്നതാണ്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. റൂഫ് കുഴപ്പമൊന്നുമില്ല, മീഡിയം ക്വാളിറ്റിയിലെ റൂഫ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ 5 പേർക്ക് യാത്രാസുഖമായിട്ട് നല്ല രീതിയിൽ കുറഞ്ഞൊരു വണ്ടിയിൽ എന്താ പറയുക, ഫാമിലി കാറിൽ 5 പേർക്ക് പക്കയായിട്ട് തന്നെ യാത്ര ചെയ്ത് നടക്കാൻ പറ്റാവുന്നൊരു വണ്ടിയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ബോണറ്റും കൂടി പൊക്കി കാണിച്ചു തരാം. അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ്. ടച്ച് സ്ക്രീൻ അല്ല, നോർമലിയാണ്. ടച്ച് സ്ക്രീൻ കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി. പിന്നെ ഈ ഒരു ഇതൊക്കെ വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കണ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഏതായാലും അതിൻ്റെ എഞ്ചിൻ നോക്കാം. അപ്പോൾ നമുക്കിനി ഏതായാലും ഇതിൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം. ബോണറ്റ് പൊക്കി നോക്കിയിട്ട്. അപ്പോൾ അത്യാവശ്യം ക്ലീനാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനാണ്. അതുപോലെ തന്നെ അത്യാവശ്യം അധികം പഴക്കമില്ലാത്ത ബാറ്ററി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പക്ക ക്ലീനാണ്. ഒരുപാട് എൻജിൻ ലോക്ക് കാര്യങ്ങൾ ഒന്നുമില്ല. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് അതിൻ്റെ റണ്ണിങ് കാര്യങ്ങളും കൂടി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ റേറ്റിലേക്ക് വരാം. അതുപോലെ തന്നെ ടൈപ്പ് 2 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രില്ലിന് നല്ലൊരു രീതിയിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കൂടി മോഡിഫൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റ് മാറ്റി പുതിയ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ VXi ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ VXiയിലാണ് 4 ഡോർ പവർ വിൻഡോസ് വരുന്നത്. അലോയ് ആയാലും പക്കയായിട്ടുണ്ട്. അലോയും ടയറും പക്ക കണ്ടീഷൻ ക്വാളിറ്റിയിലുള്ള അലോയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു എഴുത്ത് വളരെ ഗ്യാങ് ബാങ് എന്നുള്ളത് വളരെ ക്ലീൻ
ഒരു മോഡിഫൈഡ് അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു എഴുത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ VXi വാഹനത്തിനാണ് ഇത്രയും ഒരു ബോഡി ഷേപ്പ് കാര്യങ്ങൾ ഫ്രണ്ടും ബാക്കിലൊക്കെ കയറി വരുന്നത്. നമുക്ക് ഏതായാലും ഇനി റണ്ണിങ് കണ്ടീഷൻ നോക്കാം. പിന്നെ പെട്രോളാണ് വാഹനം. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15 മൈലേജൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഡീസലിന് ഒരു 22 വരെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2013 സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ്. 4 അലോയ് ഈ ഒരു കണ്ടീഷൻ തന്നെ ആയിരിക്കുള്ളൂ കൊടുക്കുന്നത്. ചെറിയ രീതിയിൽ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ ഫൈനാൻസിങ് കയറും. അപ്പോൾ നമുക്കിനി ഏതായാലും നമുക്കിതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വില വിവരത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നമ്മളെ വാഹനം ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ധരിക്കാട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫൈനൊക്കെ കാര്യങ്ങളൊക്കെ വന്നായിരിക്കും. നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് കംഫോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓക്കെ, പക്ക കംഫോർട്ടായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ്. ഞാൻ മുന്നേ ഏകദേശം എനിക്ക് ഒരു 1.5 വർഷത്തോളം യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് ഈ ഒരു സ്വിഫ്റ്റ് ടൈപ്പ് 2. പിന്നെ ഇതിൻ്റെ ലുക്കും എന്ന് വെച്ചാൽ ടൈപ്പ് 2-നാണ് ഒരുപാട് ഫാൻ ബേസും അതുപോലെ തന്നെ നല്ല മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിനും. പിന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് കുഴപ്പമൊന്നുമില്ല. ഏത് ഓൺ റോഡും അത്യാവശ്യം ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിക്കോളും. പിന്നെ ഏറ്റവും ഹൈയസ്റ്റ് ഇതിൻ്റെ എൻജിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സുസുക്കിയുടെ ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വന്നൊന്നുമില്ല. പിന്നെ പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻജിൻ സൈഡിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് പെട്രോള് അടിക്കുക, പിന്നെ വെള്ളം കൂളൻറ്റിൽ കാര്യങ്ങളൊക്കെ, കൂളൻറ്റും അതുപോലെ തന്നെ റേഡിയേറ്ററിൽ വെള്ളം, അതുപോലെ തന്നെ വൈപ്പർ വെള്ളം, ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡീസലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൈലേജും കൂടി കിട്ടുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ്. അപ്പോൾ ഈ ഒരു വാഹനം പെട്രോളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതും പെട്രോൾ ആയിരിക്കുള്ളൂ. ഡീസൽ ഡിമാൻഡാണ്, എടുക്കുന്നുണ്ട്. എന്നാലും അധികം ഓട്ടോ ഇല്ലാത്തവർ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പെട്രോളാണ്. അപ്പോൾ എന്താ പറയുക, ഏത് കാലത്തും സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാഹനം വളരെ ബെറ്റർ ആയിരിക്കുള്ളൂ. അതിപ്പോൾ ഏത് പ്രായക്കാർക്കെന്നില്ല. പിന്നെ ടൈപ്പ് 2 നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മോഡിഫൈഡ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ്. അപ്പോൾ ഈ ഒരു വാഹനം പക്ക കണ്ടീഷൻ വണ്ടിയാണ്. AC-യും അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന VXi ആണ് പെട്രോൾ വാഹനം. AC ഒക്കെ പക്ക കൂളിംഗ് ആണ്. ഞാനിപ്പോൾ ഇത് കുറച്ചിട്ടേക്കാണ്. നല്ല രീതിയിൽ തന്നെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീരിയോ എടുത്ത് പറയേണ്ടതാണ്. അത്യാവശ്യം നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ റോട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതും എന്താ പറയുക, പെട്ടെന്ന് ചെറിയ റോഡും വലിയ റോഡും അത്യാവശ്യം പക്കയായിട്ട് തന്നെ നമുക്ക് ഡ്രൈവിങ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കംഫോർട്ടായിട്ട് ഏത് പ്രായക്കാർക്കും, പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും കംഫോർട്ടായിട്ട് യാത്രാസുഖമുള്ള ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ്. വളരെ കൂളാണ്. നല്ല ഫാമിലി കാർ തന്നെയാണ് സ്വിഫ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വണ്ടി സ്വിഫ്റ്റ് വന്നുണ്ട്. പിന്നെ വന്നത് XUV ആണ്. സ്വിഫ്റ്റ് പക്ഷേ ഒരു ചെറിയ സ്മോൾ കാർ എന്ന രീതിയിൽ പക്ക കണ്ടീഷൻ വണ്ടിയാണ്. 4 അലോയ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ പക്ക യൂസ്ഫുള്ളായിട്ട്, അതുപോലെ തന്നെ മോഡിഫൈഡ് ചെയ്താലും പിന്നെ കളർ ചേഞ്ച് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ സ്വിഫ്റ്റ്. പിന്നെ അടുത്തത് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ലോൺ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്. നിസ്സാരം എനിക്കാണ് 13 ആയതുകൊണ്ട് തന്നെ 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. വിലയും കുറവാണ്. ഇപ്പോൾ ഒരുപാട് സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു ഈ ഒരു വാഹനത്തിന്. കിലോമീറ്റർ 60 ആയിട്ടുള്ളു. 60 ആവുന്നേ ഉള്ളു. 59 ഇപ്പോൾ കാണിച്ചേക്കണത്. 60 ആവുന്നേ ഉള്ളു. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. കണ്ടീഷനും പക്കയാണ്. അപ്പോൾ എഞ്ചിനൊക്കെ വളരെ പക്ക ക്വാളിറ്റിയുള്ള എഞ്ചിൻ തന്നെയാണ്. KL 34 നമ്മുടെ കോട്ടയം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളെല്ലാം പക്കയിട്ട് തന്നെ ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വേറെ റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. പിന്നെ 2 ലൈറ്റ് കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ 4 അലോയ് നല്ല അടിപൊളി അലോയാണ് BBS-ന്റെ. പിന്നെ നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ മോഡിഫൈഡ് ചെയ്ത ഒരു വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയും കൂടിയാണ് സ്വിഫ്റ്റ്. പിന്നെ നല്ല മൈലേജ്, മെയിൻ്റെനൻസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണ്. സുസുക്കിയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് സ്വിഫ്റ്റ്. സുസുക്കിയുടെ ഏത് വണ്ടിയും ഒരു പ്രത്യേക മെയിൻ്റെനൻസ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് സുസുക്കി സ്വിഫ്റ്റ്.
സ്വിഫ്റ്റ് ടൈപ്പ് 4 ഒക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്, നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള വണ്ടി തന്നെയാണ്. അപ്പൊ ഏത് സമപ്രായക്കാർക്കും അനായാസം ഇഷ്ടം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ സ്വിഫ്റ്റ്. അപ്പൊ മച്ചാമാരെ, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഔട്ട് സൈഡ്, റണ്ണിങ് കണ്ടീഷൻ എല്ലാം നമുക്ക് കണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വിലവിവരത്തിലേക്ക് വരാം. അത്യാവശ്യം എന്താ പറയാ, ഒരു നല്ല രീതിയിൽ മോഡിഫൈഡ്, ചെറിയ രീതിയിൽ മോഡിഫൈഡ് ചെയ്ത വണ്ടിയാണ്. നല്ല രീതിയിൽ ഇനിയും മോഡിഫൈഡ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതെല്ലാം ഫോളോ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം നിങ്ങൾ ഓടിച്ചു നോക്കി, അതുപോലെ തന്നെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ഔട്ട് സൈഡ് മൊത്തത്തിൽ കണ്ട്, എൻജിൻ സൈഡ് കാര്യങ്ങളെല്ലാം കണ്ട്, ക്വാളിറ്റിയിൽ പക്ക കണ്ടീഷനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ് ടൈപ്പ് 2. പിന്നെ നല്ല രീതിയിൽ ഡിമാൻഡും കൂടെയുള്ള ഒരു വണ്ടിയാണ് ടൈപ്പ് 2. പിന്നെ ഇത് ചെറിയ രീതിയിൽ മോഡിഫൈഡ് ചെയ്തേക്കണ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപയാണ്. അപ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2013 മോഡൽ, സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടി VXi ആണ്. അപ്പോൾ 3,80,000 എന്നുള്ളത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ എന്താ പറയുക, കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി നല്ലൊരു പ്രൈസിന് തന്നെയാണ്, അട്രാക്ഷൻ പ്രൈസിന് തന്നെ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ആരെങ്കിലും ഇതുപോലത്തെ ഒരു കണ്ടീഷൻ ഒരു ഫാമിലിക്കാരെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.